ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മെക്രോണി ആയിട്ടാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 3 ഉള്ളി ചോപ്പ് ചെയ്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1 തക്കാളി, ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര യൂസ് ചെയ്യാം. ആവശ്യമുള്ള മെക്രോണി അതിലേക്ക് ഇടാം. ഇനി നമുക്ക് മെക്രോണി ഒന്ന് കഴുകിയിട്ട് വേവിക്കാൻ വെക്കാം. നമ്മളിപ്പോൾ മെക്രോണി കഴുകാൻ വെച്ചിട്ട് ഉപ്പിട്ടിട്ട് ഇപ്പം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കുക, അപ്പം ഒട്ടി പിടിക്കില്ല കേട്ടോ. നമ്മൾ മെക്രോണി ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോത്തിന് നമുക്ക് മസാല ഉണ്ടാക്കാൻ തയ്യാറാവാം. സോ ചട്ടി ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചത് ഇട്ടെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടെടുക്കാം. ഇതൊന്ന് നല്ലോണം ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയെല്ലാം ഇട്ടെടുക്കാം. നമ്മളിപ്പം പച്ചമുളകും പേസ്റ്റും ഒന്ന് ഇതാക്കിയിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം അതിന് നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് വെക്കാം. നമ്മൾ മക്രോണി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് വെന്തിക്കണമെന്ന്. വെന്തിട്ടുണ്ട്. നമ്മൾ വഴറ്റി വെച്ച ഉള്ളിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളിലേക്ക് നമുക്ക് തക്കാളിയും ക്യാപ്സിക്കം ഇട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മുളകും പൊടി നമുക്ക് കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ ക്യാപ്സിക്കം മുളകും ഇട്ട കാരണം. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ഫ്ലേവർ ഇട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇടാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. മസാലകളൊക്കെ ഒന്ന് ചേർന്ന് നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മെക്രോണി ഇട്ട് കൊടുക്കാം. നമ്മൾ മെക്രോണി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ മെക്രോണി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, കാരണം മറ്റേത് ചെറിയ പാത്രമായിരുന്നു. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ പ്ലേറ്റിലേക്കൊക്കെ സെർവ് ആക്കിയിട്ടുണ്ട്. നമ്മൾ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ മെക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് റിവ്യൂ കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.